ഇടുക്കിയിൽ വന്നിട്ട് രാവിലെ വണ്ടി എടുത്ത് കയറ്റം കയറി വരണം. കൈലാസപാറ എന്ന സ്ഥലത്താണ്. ഇവിടുത്തെ കാറ്റാണ് കാറ്റെന്ന് നമ്മൾ ആ പാട്ട് കേട്ടിട്ടില്ല. ഇവിടെ വന്ന ആ കാറ്റൊക്കെ ഉണ്ടാലേ നമുക്ക് അറിയാൻ പറ്റും. ഇവിടെ വന്നപ്പോ എനിക്ക് ഓർമ്മ വന്നത് പണ്ട് വായിച്ച ഓട്ടോബയോഗ്രഫി ഓഫ് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ എന്ന നല്ലൊരു ബുക്കുണ്ട്. ഈ ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ വളരെയധികം ബഹുമുഖ പ്രതിഭയായ ഒരു വ്യക്തിയാണല്ലോ. അപ്പൊ അദ്ദേഹത്തെ പറ്റി ആ ബുക്കിനകത്ത് ആരോ മെൻഷൻ ചെയ്തത് ഇങ്ങനെയാണ്: നേച്ചർ ഈസ് വെരി ഹാപ്പി ആൻഡ് ലാവിഷ്, ഷീ വാസ് ഷേപ്പിംഗ് അപ്പ് ഹിം. ബെഞ്ചമിൻ ഫ്രാങ്ക്ലിനെ സൃഷ്ടിക്കുന്ന സമയത്ത് പ്രകൃതി വളരെയധികം സന്തോഷവതിയായിരുന്നു, വളരെയധികം ഉദാര മനസ്കയായിരുന്നു. എല്ലാം വാരി കോരി അങ്ങ് കൊടുത്തു. ചില ആൾക്കാർ അങ്ങനെയാണ്. ലൈഫ് ഈസ് എ ബ്ലെസ്സിങ് എന്ന് പറയും പോലെ ചില ആൾക്കാർ വളരെയധികം ബ്ലെസ്ഡ് ആണ്. അവർ ഇരിക്കുമ്പോൾ തന്നെ എല്ലാ ചേരും എല്ലാ പെർമിറ്റേഷൻ കോമ്പിനേഷൻസും വളരെ കൃത്യമായി വർക്ക് ചെയ്യും. അതുകൊണ്ടാണ് നമുക്ക് അവരെ എത്ര കണ്ടാലും കേട്ടാലും മതിയാവാത്തത്. അല്ലെ, 65 വയസ്സായിട്ട് നമുക്ക് ലാലേട്ടനെ കണ്ടിട്ടും കേട്ടിട്ടൊന്നും മതിയാവാത്തത്, മമ്മൂക്കയെ കണ്ടിട്ടും കേട്ടിട്ടൊന്നും മതിയാവാത്തത്. ബിക്കോസ് വളരെ ബ്ലെസ്ഡ് ആയിട്ടുള്ള ഒരു ജന്മം കൂടെയാണ് അവർ. അവരുടെ രൂപം, അവരുടെ ശബ്ദം, അവരുടെ ചേഷ്ടകൾ, അവരുടെ കഴിവുകൾ. അപ്പൊ നമുക്ക് ആൾക്കാരെ നോക്കി അസൂയപ്പെട്ടിട്ടോ ഒന്നും കാര്യമില്ല. കാര്യം ചില ആൾക്കാർ, ചില ജന്മങ്ങൾ അങ്ങനെയാണെന്ന് നമുക്ക്. അതുപോലെയാണ് ഇവിടെ വന്നപ്പോ എനിക്ക് തോന്നിയത്. ഈ നേച്ചറിനെ തന്നെ നേച്ചർ സൃഷ്ടിച്ചിരിക്കുന്നത് വളരെയധികം ഹാപ്പി ആയിട്ടാണ്. ഇവിടെ വരാൻ തോന്നും, വരാൻ കൊതിയാവുന്ന രീതിയിലാണ് ഇതിന്റെ ഒരു സൃഷ്ടി. നമ്മള് രാമചന്ദ്രന്റെ കുളിരും കസ്തൂരി മഞ്ഞളിന്റെ കാന്തിയും ഒത്തിണങ്ങിയ എന്നൊക്കെ പറയത്തില്ലേ പണ്ട് പരസ്യത്തിനകത്ത്, അതേപോലത്തെ ഒരു ഫീലിംഗ് ആണ്. ബ്യൂട്ടിഫുൾ. ഇത് കൈലാസപ്പാറ എന്ന സ്ഥലമാണ്. ആരില്ല എഴുതിയിട്ടു വന്നു. പൊതുവെ ഞാനിതൊന്നും എക്സ്പ്ലോർ ചെയ്യാറില്ല. പക്ഷെ ഇന്ന് എന്റെ കൂടെ അജിൻ എന്ന് പറയുന്ന എന്റെ യങ് ഫ്രണ്ട് ഉണ്ട്. MBA ഒക്കെ കഴിഞ്ഞ കുട്ടിയാണ്. അപ്പം കൊച്ചു പിള്ളേരുടെയൊക്കെ നമ്മൾ കൂട്ടുപിടി നടന്നാലേ ഇങ്ങനത്തെ പുതിയ പുതിയ കാര്യങ്ങളൊക്കെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന് എനിക്കിപ്പോ മനസ്സിലായി. പ്രായഭേദം വേണ്ടിയാ നമുക്ക് കൂട്ടുണ്ടാവണം. എങ്കിൽ മാത്രമേ നമുക്ക് പുതിയ പുതിയ മേഖലകളിലോട്ടൊക്കെ ജീവിതത്തിൽ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റൂ. Growing old is very easy. Growing young is difficult. So grow young, enjoy the beauty. Thank you so much for watching. See you again.